കുറെ നാൾ മുൻപാണല്ലോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം അത് പെട്ടെന്ന് ഒരു ചർച്ചയായി മാറുന്ന മാധ്യമങ്ങൾ ഇത് ടേക്കപ്പ് ചെയ്തതിനു ശേഷമാണ്. ആ കാലത്തിനിടയ്ക്ക് ഇതുപോലെ ആളുകൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഇത് കണ്ടിട്ട് ഇങ്ങനെ വിളിക്കുമായിരുന്നു, അതോ ഇത് വാർത്തയായതിനു ശേഷമാണ് ഈ വിളികൾ കൂടിയത്? വാർത്തയായതിനു ശേഷം മാത്രമാണ് വിളികൾ കൂടിയത്. അപ്പം ആദ്യമേ ദർശൻ അനുജനാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നതും. അദ്ദേഹം പിന്നീട് വേറൊരു പെൺകുട്ടി, പേര് ഞാൻ ഓർക്കുന്നില്ല, പ്രവീണ, ആ കുട്ടിയാണ് ഇത് ലൈക്ക് ചെയ്യുകയും അത് പിന്നീട് അത് ഷെയറായി യൂട്യൂബ് വഴി ഇതിന് പോവുകയും ചെയ്യുന്നു. അത് കണ്ടതിന് ശേഷം എന്റെ ഒരു കസിന് ബിജു ഫോണിലൂടെ വിളിച്ചു ചോദിച്ചു, മോളെ ഇതുപോലെ നീ ഫേസ്ബുക്കിൽ പാട്ടിട്ടിരുന്നോ, അത് എന്തായാലും അത് മോളെ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അത് വളരെയധികം ലൈക്കുകളായിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്, നീ ഭയങ്കരമായിട്ട് കോളുകൾ വരിക അല്ല കമന്റുകൾ വരികയാണ്, ഈ കുട്ടി ആരാണ്, ഏതാണ്? ബ്രിട്ടീഷ് പത്രത്തിലൊക്കെ ധാരാളമായി വന്നിരുന്നു, ആരാണ്, ഏതാ ഈ കുട്ടിയെ കണ്ടുപിടിക്കുന്ന ആരായാലും അവർക്ക് അവര് കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം എന്റെ ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ ബിജു, അദ്ദേഹം ഇതുപോലെ എന്നോട് ആവശ്യപ്പെടുകയും എന്റെ ഭർത്താവിന്റെ അനുവാദത്തോടു കൂടി കോണ്ടാക്ട് നമ്പർ കൊടുക്കുകയും ചെയ്യുക. ആ കോണ്ടാക്ട് നമ്പർ കൊടുത്തതിന് ശേഷം ആ കോണ്ടാക്ട് നമ്പർ അങ്ങോട്ട് കൊടുത്ത് അതിനുശേഷം ധാരാളം കോളുകൾ വന്നുകൊണ്ടേയിരുന്നു, ആശംസ. മലയാളികൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ എനിക്ക് എന്തുമാത്രം സമ്മാനങ്ങൾ എല്ലാം തന്നുകൊണ്ടിരിക്കുക. ഒരു ബ്രിട്ടൻ പത്രത്തിലൂടെയാണ് എനിക്ക് പ്രവാസി മലയാളികൾ എടുത്തു പറയത്തക്കതാണ് അവരുടെ സ്നേഹം. പ്രവാസി മലയാളികളെ എനിക്ക് പാട്ട് പഠിക്കാനുള്ള സ്റ്റീരിയോ, പിന്നെ ക്യാമറ, മൊബൈൽ ഫോണുകൾ എല്ലാം കുറെ ഫ്രണ്ട്സ് അയച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ എന്ത് സഹായം വേണമെങ്കിലും ചേച്ചി ഞങ്ങൾ തരാം, പിന്തുണയ്ക്ക് വേണം, എനിക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവരുടെ ആ സ്നേഹം ഓരോ നിമിഷം അവരുടെ ആ രാത്രി സമയം, നമ്മുടെ പകൽ സമയം രാത്രി 3:30 ആ ടൈമിൽ തന്നെ ഒരു